നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. ആയുർവേദ കുലപതി ഡോക്ടർ PK വാര്യർ അന്തരിച്ചു. അന്ത്യം കർമ്മമണ്ഡലമായ കോട്ടയ്ക്കലിൽ 100-ാം വയസ്സിൽ വിടവാങ്ങുന്നത് ആയുർവേദത്തിന്റെ പ്രചാരണത്തിനായി ജീവിതം മാറ്റിവെച്ച ആചാര്യൻ. രാജ്യം പത്മഭൂഷൺ, പത്മശ്രീ ബഹുമതികൾ നൽകി ആദരിച്ചു. അനുശോചിച്ച് പ്രമുഖർ. ആയുർവേദം എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ ഭാരതത്തിന്റെ പാരമ്പര്യത്തെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ട് നടക്കുന്ന കുടുംബങ്ങളിലൊന്നല്ലേ കോട്ടയ്ക്കൽ. അതിന്റെ തലപ്പത്തുള്ള അദ്ദേഹം നമ്മളെ വിട്ടു പോകാന്ന് പറയുന്നത് വലിയൊരു അറിവിന്റെയും ഒരു ഗുരുത്വത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ആത്മാവും അനുഗ്രഹവും എപ്പോഴും ആ പ്രസ്ഥാനത്തിനും അവിടെ വരുന്ന ആൾക്കാർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ധന്വന്തരി മൂർത്തി അദ്ദേഹത്തിന് എല്ലാവിധ മോക്ഷവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മെഡിക്കൽ സെഗ്മെന്റിലും അദ്ദേഹത്തിന്റെ ഒരു പ്രാവീണ്യം എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സാ രീതികളിൽ പുണ്യമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സ്ഫുടം ചെയ്തെടുത്ത ഒരു മഹാദൈവമാണ്, ആയുർവേദ ദൈവമാണ് വാര്യർ സാറ്. സത്യത്തിൽ ആദരിക്കുന്നു. നിപ്പയും കോവിഡും അതുപോലെ മറ്റു പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിലയേറിയ ഉപദേശങ്ങൾ ആയുർവേദത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹം ഉപദേശിക്കുമായിരുന്നു. ഈ നിപ്പയുടെ കോവിഡിന് ശേഷമുള്ള കോവിഡാനന്തര ചികിത്സയ്ക്കും കോവിഡ് പ്രതിരോധത്തിനും ആയുർവേദത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്ന ആശയം അദ്ദേഹത്തിന്റെ കൂടി ഉപദേശത്തിന്റെ ഭാഗമായിട്ടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ജീവിച്ച 100 വർഷങ്ങൾ അത് ആയുർവേദത്തിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഒരു നൂറ്റാണ്ട് കൂടിയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അതായത് ഏത് മേഖലയിലുള്ളവരെ ആണെങ്കിലും പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, എത്ര സമർപ്പിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടം അദ്ദേഹം ജീവിച്ചത്. ആയുർവേദത്തെ അതിന്റെ ഒരു പെരുമ, ആ ചികിത്സാ പാരമ്പര്യത്തിന്റെ പെരുമ ആഗോളതലത്തിൽ എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു പ്രതിഭയാണ് അദ്ദേഹം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തനിക്ക് ഭീഷണിയുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത്. ജയിൽ സൂപ്രണ്ട് അടക്കം 3 പേർ നിരന്തരമായി പീഡിപ്പിച്ചെന്ന് സരിത്ത് മൊഴി നൽകി. സരിത്തിന്റെ വെളിപ്പെടുത്തലിൽ തുടർവാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു. പ്രതിക്ക് ശാരീരിക മാനസിക പീഡനം ഉണ്ടാകരുതെന്ന് കോടതി ജയിൽ DGPക്ക് നിർദ്ദേശം നൽകി. അതേസമയം കേരള പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം തടയണമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടെന്ന ഹർജിയിലാണ് സരിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പോസ് ചുമത്തപ്പെട്ട സരിത്ത് അടക്കമുള്ള പ്രതികളെ കേരളത്തിന്റെ പുറത്തെ ജയിലിലേക്ക് മാറ്റാൻ കസ്റ്റംസ് ആലോചന. ജയിലിൽ പ്രതികൾക്ക് ഭീഷണിയുണ്ടെന്ന പരാതിയിലാണ് നടപടി. കസ്റ്റംസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയക്കും. പ്രതികളുടെ സമ്മതവും തേടും. സ്വർണ്ണക്കടത്തു കേസിലെ പ്രതി സരിത്തിന്റെ അമ്മയുടെ പരാതിയിൽ എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ജയിൽ DGPയോട് വിശദീകരണം തേടിയിരുന്നു. ജയിലിൽ ചെന്നപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായെന്നായിരുന്നു പരാതി. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ റമീസിനും സരിത്തിനുമെതിരെ ജയിൽ വകുപ്പ് രംഗത്തെത്തി. പ്രതികൾ ജയിൽ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് പൂജപ്പുര ജയിൽ സൂപ്രണ്ട്. കസ്റ്റംസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രതികൾ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന്റെ സസ്പെൻഷൻ നീട്ടി. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി എടുത്ത തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. നിലവിലെ സസ്പെൻഷൻ കാലാവധി വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നടപടി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിച്ചു. 1 വർഷത്തിൽ കൂടുതൽ ഒരു IAS ഉദ്യോഗസ്ഥനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം. സർവീസ് ചട്ടലംഘനത്തിന് പുറമെ ശിവശങ്കർ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന കാര്യവും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ G. സുധാകരനെതിരെ CPIM അന്വേഷണ കമ്മീഷൻ. CPIM സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസും അന്വേഷിക്കും. G. സുധാകരൻ 2ാം ദിവസവും യോഗത്തിൽ പങ്കെടുത്തില്ല. പ്രചാരണത്തിൽ G. സുധാകരൻ വീഴ്ച വരുത്തിയെന്ന് വിമർശനമുയർന്നിരുന്നു.
പാലായിലും കൽപ്പറ്റയിലും ജില്ലാതല അന്വേഷണവും നടത്തും. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കറുകപുത്തൂർ പീഡനക്കേസിലെ മുഖ്യപ്രതി അഭിലാഷ് ലഹരിക്കടത്തിന് നേരത്തെ പിടിയിലായിട്ടുണ്ടെന്നും സ്വാധീനം ഉപയോഗിച്ചെന്നും വെളിപ്പെടുത്തൽ. അഭിലാഷിന്റെ സംഘത്തിൽ നേരത്തെ ഉണ്ടായിരുന്നയാളാണ് 24നോട് പ്രതികരിച്ചത്. അഭിലാഷിന്റെ സംഘത്തിൽ കോളേജ് വിദ്യാർത്ഥികളും മുതിർന്നവരുമുണ്ട്. പെൺസുഹൃത്തിന്റെ വീട്ടിലാണ് നേരത്തെ കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നും അഭിലാഷിന്റെ മുൻ സംഘാംഗം 24നോട് പറഞ്ഞു. ഞാൻ പുറത്ത് സംസ്ഥാനത്ത് പഠിക്കുന്ന സമയത്ത് അഭിലാഷനായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അതായത് ഈ ഡ്രഗ്സിൻ്റെ, അത് കഞ്ചാവിൻ്റെ ബേസിലുള്ള ബന്ധമായിരുന്നു അത്. കാരണം അവ അവിടെ വന്ന് സാധനം നാട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരാനും അതുപോലെ അവിടെ മേടിച്ചു വെക്കാനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അത് അവിടെ മേടിച്ചു വയ്ക്കുമ്പോൾ ഞാൻ പോലീസിൻ്റെ വലയിൽ അവിടെ കുടുങ്ങി. അതിനുശേഷം എനിക്കും അവനും തമ്മിലൊരു ബന്ധം ഉണ്ടായില്ല. പക്ഷെ ഇതിലറിയാവുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പട്ടാമ്പി, ശങ്കരമംഗലം ആ ഭാഗത്തുള്ളൊരു പെണ്ണുമായിട്ട് അവനൊരു കണക്ഷൻ ഉണ്ട്. ഈ കഞ്ചാവും ഈ ഡ്രഗ് ഐറ്റംസ് എല്ലാം അവളെ വീട്ടിൽ കൊണ്ടുവയ്ക്കാറുണ്ടെന്നുള്ളൊരു വിവരം എനിക്കറിയായിരുന്നു. അവൻ കൂടുതലും ഈ കോളേജ് കുട്ടികളെ വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. വണ്ടിപ്പെരിയാറിലെ നീചനായ കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സുരേഷ് ഗോപി. ശിക്ഷ ഉറപ്പുവരുത്താൻ ഇനിയാണ് പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ വേണ്ടത്. ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല. കുട്ടികളെയും സ്ത്രീകളെയും രക്ഷിക്കാൻ സമൂഹം ഒന്നായി ശ്രദ്ധിക്കേണ്ട സമയമെന്നും വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയിരുന്നു. അതിൽ വീഴ്ചകൾ വരാതിരിക്കാൻ അത് ബാലാവകാശ കമ്മീഷനായാലും ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനായാലും ഇതെല്ലാം ഒരു പരിണിത ഫലം ജനങ്ങളുടെ ഒരു തൃപ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോടതികളായാലും അതിന് കൂട്ടുനിൽക്കുന്ന കാക്കിയിട്ട വർഗമായാലും അതിനകത്ത് ഇടപെടാതിരിക്കുന്ന ഒരു രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയക്കാരും ഒത്തുചേർന്ന് ഇടപെടില്ല എന്ന് പറയുന്ന ഒരു നിശ്ചയത്തിലെത്തി നീതി നിർവഹണം അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് പയ്യാനക്കൽ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഇല്ലെന്ന് ഡോക്ടർ. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു അമ്മ. അന്ധവിശ്വാസത്തിന്റെ പേരിലാകാം കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴയിലെ കായംകുളത്ത് 7 വയസ്സുകാരിക്ക് ക്രൂരമർദ്ദനം. മദ്യലഹരിയിലായിരുന്ന അച്ഛനാണ് മകളെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അച്ഛൻ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ഭാര്യയുമായി വഴക്കിട്ടു. തർക്കത്തിനിടെയാണ് മകളെ ആക്രമിച്ചത്. നിലത്തടിക്കുകയും തറയിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നു. കുട്ടി ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പുലർച്ചെ 1:30 വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 35 പൈസയും ഡീസലിന് 27 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില 101 രൂപ 1 പൈസയും ഡീസൽ വില 95 രൂപ 71 പൈസയുമാണ്. ഈ മാസം ഇത് 6ാം തവണയാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിലൂടെ ലഭിക്കുന്ന അധിക നികുതി കൊണ്ട് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തുടർച്ചയായുള്ള വില വർധനവിലൂടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം കേന്ദ്രം തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 35 രൂപ 40 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി നിരന്തരമായി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മഹാമാരി കൊണ്ടും സാമ്പത്തിക മാന്ദ്യം കൊണ്ടും പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായി വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും.
പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു UDF നേതാക്കളുടെ ഇന്നത്തെ സത്യഗ്രഹം. വില വർധനവിലൂടെ ലഭിക്കുന്ന അധിക നികുതി ഒഴിവാക്കി ജനങ്ങളോടുള്ള കൊള്ള അവസാനിപ്പിക്കണമെന്ന പ്ലക്കാർഡ് പിടിച്ചാണ് UDF നേതാക്കളും പ്രവർത്തകരും കുടുംബ സത്യഗ്രഹത്തിൽ പങ്കെടുത്തത്. രാവിലെ 10 മുതൽ 11 മണി വരെയായിരുന്നു പ്രതിഷേധം. ഇന്ധന വില വർധനവിലൂടെ ഖജനാവിലേക്ക് വരുന്ന പണം വേണ്ടെന്ന് വെക്കാൻ സംസ്ഥാനം തയ്യാറാകണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ജിഹ്വയായ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിഹിതം ഒഴിവാക്കി സാധാരണക്കാരന്റെ ജീവിതഭാരം ഒന്ന് കുറക്കാൻ ഒരു സന്മനസ് കാണിച്ചുകൂടാ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അത് ചോദിക്കുമ്പോൾ ഉത്തരവില്ലല്ലോ. അപ്പോ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ ജനകീയ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ വകുപ്പ് രൂപീകരണം സംബന്ധിച്ച് നിലപാടെടുക്കുന്നതിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർക്കരുതെന്ന ദേശീയ നേതൃത്വത്തോട് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. വകുപ്പ് രൂപീകരിക്കപ്പെടുന്നതോടെ BJPക്ക് സഹകരണ മേഖലയിൽ ഇടപെടാൻ അവസരം ലഭിക്കുമെന്ന വാദം തെറ്റെന്ന് ശൂര്യനാട് രാജശേഖരൻ പറഞ്ഞു. സഹകരണ മേഖല വർഗീയവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി തീരുമാനം നടപ്പിലാക്കുകയാണ്. നിക്ഷിപ്ത താൽപര്യമുള്ളവരുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിനെ കൂടുതൽ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും രാഷ്ട്രീയവൽക്കരിക്കാനുമുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ ഞങ്ങൾ ഭയപ്പെടുന്ന അതാണ്. അത് വളരെ വ്യക്തമാണ്. ഗുജറാത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളുമായിട്ട് കൂടിയാലോചന പോലും നടത്താതെ ഏകപക്ഷീയമായ നിലയിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തതിലുള്ള എതിർപ്പാണ് ഞാൻ സൂചിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയം രൂപീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് ഉമ്മൻചാണ്ടി. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം എന്നതാണ് ധാരണയെന്നും മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകുന്നതെന്നും ആരോപണം. സഹകരണ വിഷയം സംസ്ഥാന സബ്ജക്റ്റിലുള്ളതാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി അല്ല കടന്നുകയറ്റമെന്നും അതുകൊണ്ടാണ് ചർച്ചകൾ ഒഴിവാക്കപ്പെട്ടതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. ആ കടന്നുകയറ്റം തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലെന്നുള്ളതും വ്യക്തമാണ്. ഇത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. അതിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കും. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സഹകരണ വകുപ്പ് വഴി സംസ്ഥാനത്തെ സ്വാശ്രയ സംഘങ്ങൾക്ക് വായ്പകൾ നേരിട്ട് നൽകും. കേന്ദ്ര ഏജൻസികളായ നബാർഡ്, നാഫെഡ്, NCDC വഴിയാണ് വായ്പകൾ ലഭ്യമാക്കുക. സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് സംസ്ഥാന സഹകരണ ബാങ്ക് വഴിയാണ് ഇപ്പോൾ വായ്പ നൽകുന്നത്. പരിശോധനയുടെ പേരിൽ വേട്ടയാടൽ ഉണ്ടാകില്ലെന്ന കിറ്റക്സ് ഗ്രൂപ്പിനോട് തെലങ്കാന വ്യവസായ മന്ത്രി. പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ശല്യങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടാവുകയില്ലെന്നും മന്ത്രി KT രാമറാവു കിറ്റക്സുമായുള്ള ചർച്ചയിൽ പറഞ്ഞു. സൗഹാർദ്ദപരമായ വ്യവസായ അന്തരീക്ഷമാണ് തെലങ്കാനയിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. I promise you peace of mind. I promise you to be a partner. Whatever issue you might have, Piyush Goyal is one of my best friends in the government of India. We have worked with him for the last 7 years. I respect him, he respects me. So we have a great equation with the new textile minister also. Whatever you require. Mr. Ravi Kapoor again values the state quite highly, the Union Textile Secretary. So whatever you require in government of India, I promise you, irrespective of our political differences, I will get it done. And whatever you require in the state, you need to speak to only one person. And no nonsense such as cases, etc., that is not allowed in this state. We don't, we want employment creation. We want to support entrepreneurs. കിറ്റക്സ് MD സാബു M. ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മടങ്ങിവരവ് നാളത്തേക്ക് മാറ്റി. തെലങ്കാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് യാത്ര നാളെയിലേക്ക് മാറ്റിയത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് മടങ്ങാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്നും ചർച്ച തുടരും. മറ്റു പദ്ധതികളെക്കുറിച്ചാണ് ഇനിയുള്ള ചർച്ചകൾ. കിറ്റക്സിനെ കർണാടകയിലേക്ക് സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കിറ്റക്സ് MD സാബു ജേക്കബുമായി സംസാരിച്ചതായി രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തു. ആയിരക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന വ്യവസായത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും കർണാടകയിലുള്ള നിക്ഷേപത്തിലുള്ള അവസരം വാഗ്ദാനം ചെയ്തുവെന്നും രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ PV ശ്രീനിജൻ MLA. പ്രതിപക്ഷ നേതാവ് ജയിച്ചത് ഏതെങ്കിലും സ്വതന്ത്രന്മാരുടെയും പ്രാദേശിക കക്ഷികളുടെയോ പിന്തുണയോടെയാണോ എന്ന് ശ്രീനിജൻ ചോദിച്ചു. തന്നെ ജയിപ്പിച്ചത് ഇടത് വോട്ടുകളും മതേതര വോട്ടുകളും എന്ന് ശ്രീനിജൻ 24നോട് പറഞ്ഞു. ശ്രീനിജൻ 2020 പ്രൊഡക്റ്റ് ആണെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. CPM സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് ഞാൻ മത്സരിച്ചത്.
ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇത്ര ബാലിശ്യമായിട്ടുള്ള ഒരു ആരോപണം എനിക്കെതിരെ പറയില്ലായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശക്തമായിട്ടുള്ള ചതുഷ്കോണ മത്സരം നടന്ന ഒരു മണ്ഡലത്തിലാണ് ഞാൻ ജയിച്ചു കയറിയത്. എനിക്ക് കിട്ടിയ വോട്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. അല്ലാതെ ഒരു പ്രാദേശിക പാർട്ടിയും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ മത്സരിച്ചിട്ടില്ല. കിറ്റക്സും CPIഎമ്മും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിറ്റക്സ് പോകുന്നതിന് പിന്നിൽ മറ്റെന്തോ കാരണമാണ്. തൊഴിൽ വകുപ്പ് പരിശോധന ആരുടെ പരാതിയിലായിരുന്നുവെന്നും VD സതീശൻ ചോദിച്ചു. കോൺഗ്രസ് MLA-മാരുടെ പരാതിയുടെ ഭാഗമായ അല്ല കിറ്റക്സ് വിട്ടുപോയതെന്നും പല കമ്പനികൾക്കുമെതിരെ പരിസ്ഥിതി വിഷയത്തിൽ പരാതി നൽകാറുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. 3500 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകാൻ പോയി. ആ നിക്ഷേപം കേരളത്തിൽ ഇനി ചെയ്യില്ല, ഞങ്ങളെ പീഡിപ്പിക്കുന്നു, സർക്കാർ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ് തെലങ്കാനയിലേക്ക് പോയി. തെലങ്കാന ഗവൺമെന്റ് പറഞ്ഞനുസരിച്ച് 1000 കോടി രൂപ അവിടെ നിക്ഷേപിക്കും, കേരളത്തിൽ ഇനി നിക്ഷേപിക്കില്ല. ഇനിയും പ്രശ്നം തുടർന്നാൽ ഞങ്ങൾ ഇവിടുത്തെ വ്യവസായം കൂടി ഇവിടെ അടച്ചുപൂട്ടും എന്നൊരു കമ്പനി പറഞ്ഞാൽ സർക്കാരല്ല അതിന് മറുപടി പറയേണ്ടത്. ആരാ മറുപടി പറഞ്ഞത്? ആരും മറുപടി പറഞ്ഞിട്ടില്ല. കരിപ്പൂർ സ്വർണ്ണക്കടത്തു കേസിലെ കൊട്ടേഷൻ സംഘത്തെ കസ്റ്റംസ് അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലുള്ള കൊടുവള്ളി ചെർപ്പുളശ്ശേരി കൊട്ടേഷൻ സംഘത്തെയാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങുക. സ്വർണ്ണക്കടത്തു കേസിലെ ഇവരുടെ പങ്ക് അറിയുന്നതിന് വേണ്ടിയാണിത്. കരിപ്പൂർ സ്വർണ്ണക്കവർച്ച ആസൂത്രണ കേസിലെ മുഖ്യ സൂത്രധാരനായ കൊടുവള്ളി സ്വദേശി സൂഫിയാനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസ്.